മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം വലിയ രീതിയിൽ തന്നെ വാർത്തയായിരിക്കുകയാണ്, വിവാദമായിരിക്കുകയാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അടിയന്തരമായ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഈ ഡ്രൈവർ യദു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് യദു തന്നെ നമ്മോട് പറയും. ശരിക്കും ഇന്നലെ എന്തായിരുന്നു യദു സംഭവിച്ചത്? ഇന്നലെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത്, കൊല്ലം ആലപ്പുഴ വഴി തൃശ്ശൂരിൽ നിന്ന് 2:30 ഇന്നലെ മെനഞ്ഞാന്ന് 2:30 പോയതാണ്. രാത്രി 2:30 ഇവിടെ നിന്ന് കോട്ടയം വഴി പോയിട്ട് തിരിച്ച് കൊല്ലം ആലപ്പുഴ വഴി വരുന്നത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് തീരാറായി, ഏകദേശം പട്ടത്തെത്തിയപ്പോൾ ഒരു കാറ് ഞാൻ റൈറ്റിലോട്ട് പിടിച്ച് ആളിറക്കിയതിന് ശേഷം റൈറ്റിലോട്ട് പിടിച്ച് വണ്ടി എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കാറ് ഹോണടിക്കുകയും ഓവർടേക്ക് ചെയ്യാൻ നോക്കുകയും 2-3 പ്രാവശ്യം അങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ബ്രേക്ക് കുത്തി ചവിട്ടുകയും വണ്ടി അങ്ങനെ വെട്ടിച്ച് പോവുകയും ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആട്ടോ പോയതുകൊണ്ട് എനിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ നിവൃത്തിയില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ഓവർടേക്ക് ചെയ്ത് പോയതിന് ശേഷം എൻ്റെ ഇടത് സൈഡിൽ കൂടെ ഏകദേശം പ്ലാമൂടത്തിന് മുമ്പ് താഴത്തെ പട്ടം കഴിഞ്ഞടുത്തൊരു സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പോഴത്തേക്ക് വൺ വേയിൽ കയറി കഴിഞ്ഞാൽ KSRTC ഒരു ബസ്സിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. അവിടെ കിടന്ന് ഹോൺ അടിച്ച് സൈഡ് കൊടുക്കാതെ, മാഡം ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ആ സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിലല്ല പ്രശ്നം, ഞാൻ എന്തോ ചേഷ്ട കാണിച്ചെന്നാണ് പറയുന്നത്. ഈ പൊക്കത്തിരിക്കുന്ന ഈ വലിയ ബസ്സിൻ്റെ കൊണ്ടേ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചേഷ്ട കാണിക്കുക? അതുമല്ല കണ്ടക്ടർ ഫ്രണ്ട് ഇരിപ്പോൾ ഉണ്ടായിരുന്നു, വേറെ യാത്രക്കാരുണ്ടായിരുന്നു. ഈ ചേഷ്ട കാണിക്കണമെങ്കിൽ അവരും കാണണ്ടേ? അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കാണണമല്ലോ. മാഡം മാത്രം അങ്ങനെയാണ് കണ്ട, ബാക്കിൽ ഇരിക്കുന്ന മാഡം ബാക്കിൽ നിന്ന് വന്നപ്പോഴാണ് കാണിച്ചതെന്നാണ് പറയുന്നത്. കാറ് ഫ്രണ്ടിൽ പോകുന്നു, ബസ് ബാക്കിൽ നിന്ന് വന്നപ്പോഴാണ് കാണിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. എന്നെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കുക അല്ലെങ്കിൽ ഈ യദുവിന് ആ വണ്ടിയിൽ ആരാണ് എന്ന് യദുവിന് മനസ്സിലായില്ല. ആളിറങ്ങി വരുമ്പോഴാണ് യദുവിന് കാര്യം മനസ്സിലാവും. ആൾ ഇറങ്ങി വന്നിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾ ഇറങ്ങി വന്നിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സാധാരണഗതിയിൽ തിരുവനന്തപുരം, ഇപ്പോൾ താങ്കളും തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ തലസ്ഥാനത്തെ കോർപ്പറേഷനിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരുവിധം എല്ലാവർക്കും സുപരിചിതയാണ്. കാരണം ഈ കോർപ്പറേഷനിലെ ഒരു കാലത്ത് സമരവും ഒക്കെയായി, മാത്രമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. ആ രീതിയിലൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ആ മേയറെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രിയാണ് വീടെത്തുന്നത്. വാർത്തയും ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ മാഡം എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള മാഡം എന്ന് പറഞ്ഞാൽ സ്കെൽറ്റ് ഒരു മാഡമാണ്. സമരത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതും അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ അടിപിടി ആയാലും അവിടെ പ്രശ്നങ്ങൾക്കൊക്കെ കണ്ടിട്ടുള്ളത് ഇത് മാഡത്തിന് ഒരു സ്കെൽറ്റായിട്ടുള്ള ഒരു മാഡമാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു വണ്ണം വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ്. വണ്ണം വെച്ചിരിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു യുവതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് തർക്കിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലാതെ എൻ്റെ വണ്ടിയുടെ കുറുകെ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ്, സീബ്ര ക്രോസിനോട് ചേർത്ത് വണ്ടി ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ക്രോസ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. മാന്യമായിട്ടുള്ളതാണെങ്കിൽ, മാഡം മാന്യതയുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഇങ്ങനെ കാര്യം പറയാനാണെങ്കിൽ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒതുക്കാൻ പറഞ്ഞിട്ട് വന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ ആദ്യം എന്താ വണ്ടി നിർത്തിയിട്ട് എന്താ ക്രോസിന് നിർത്തിയിട്ട് ചോദിച്ച് നീ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. അത് ചോദിച്ചത് മാഡം 2-3 പയ്യന്മാരാണ് ആദ്യം വന്നത്. ലേഡീസൊന്നും ആദ്യം ഇറങ്ങിയില്ല. പയ്യന്മാർ വന്നിട്ട് ചോദിച്ചു. പിന്നീടാണ് പറയുന്നത്, മാഡം തന്നെ പറഞ്ഞു അതെൻ്റെ ഹസ്ബൻഡാണ്, ഒരാൾ ഹസ്ബൻഡാണ്, ബാക്കി സഹോദരങ്ങളാണെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ്. അത് ചോദിച്ചത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് അകത്ത് കയറിയെന്ന് ചോദിച്ചു. അകത്ത് കയറി എന്ന് പറയുമ്പോൾ എവിടെയാണ് കയറിയത്? വണ്ടിക്കകത്ത് ഫുട്ബോർഡിൻ്റെ അത് ഡോറുണ്ട്, ഡോർ തുറന്നാണ് കയറിയത്. ഡ്രൈവർ ഇറങ്ങുന്ന ആ ഡോർ വഴിയാണ്. അപ്പുറം ഡോർ തുറക്കാൻ പറഞ്ഞ് ഡോറിട്ട് തട്ടി വണ്ടി വണ്ടി ഒതുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയം ഉണ്ടാക്കി സംസാരിച്ച് ഭയങ്കര. അങ്ങനെ ഒരു സാധാരണക്കാരായ യാത്രക്കാരാണെങ്കിൽ അവരിങ്ങനെ വന്ന് പറയുമ്പോൾ വണ്ടി തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ സിഗ്നലിലാണോ ഇതൊക്കെ സംഭവിച്ചത്? റെഡ് സിഗ്നലിൽ കിടക്കുന്ന അടുത്ത ഗ്രീന് വിഴുന്നിട്ടും ഇവർ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇടത് സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവർ യാത്രക്കാർ എത്രയുണ്ടായിരുന്നു? ഒരു 10-15 പേര് വരും. ഈ സംഭവം ഉണ്ടാകുമ്പോൾ കണ്ടക്ടർ ഇടപെടുകയോ യാത്രക്കാർ ഇടപെടുകയോ ഒന്നും? കണ്ടക്ടർ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. കണ്ടക്ടർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്ന് കണ്ടക്ടർ പറഞ്ഞിട്ടുമില്ല. അവ അങ്ങനെ കാണിച്ചിട്ടില്ലെന്നാണ് കണ്ടക്ടർ പറയുന്നത്. കണ്ടക്ടർ 2 പേരെ പാസഞ്ചർ 2 പേരെ ടിക്കറ്റ് എന്തോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വണ്ടി നിർത്തി ഇതിനകത്ത് ഈ 2 പുരുഷന്മാർ കയറുമ്പോഴും താങ്കൾക്ക് കയറിയുള്ളൂ. ആ മുൻപത്തെ ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് അത് ആരാണെന്ന് മനസ്സിലായില്ല? MLA എന്ന് പറഞ്ഞു. ആദ്യം മനസ്സിലായില്ല, സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായില്ല. MLA എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറ് കാണിച്ചത് ശരിയാണോ എന്ന് വെച്ച്. സാറ് കാണിച്ചത് ഇത് മാന്യമായിട്ട്
മാന്യമായിട്ടുള്ള കാര്യം തന്നെ. നീ മാന്യമായിട്ടല്ല വണ്ടി ഓടിച്ചതെന്ന് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നീടാണ് പറഞ്ഞത് മാഡത്തിനെ അപമര്യാദയായി എന്തോ ചേഷ്ട കാണിച്ചെന്ന് പറയുന്നത്. ചേഷ്ട കാണിക്കാൻ ഈ പൊക്കമുള്ള വണ്ടിയിൽ ഇത്രയും പൊക്കമുള്ള വണ്ടിയിൽ തന്നെ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാറ് നിർത്തിയിരുന്ന ചേഷ്ട കാണിക്കാൻ പോയിട്ട് വണ്ടി ഓടിക്കാൻ നോക്കും, നമ്മൾ ചേഷ്ട കാണിക്കാൻ നോക്കും. വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക, അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് ചേഷ്ട കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇത്രയും രാത്രി ഉറക്കം എണീറ്റിരുന്ന് ഓടിച്ചത് പോരാത്തോണ്ട് തന്നെ ആ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അവിടെ ഇരുത്തി ഉറക്കവും ഇല്ലാതെ കൊതുവും കടിച്ച് പിറ്റേ ദിവസം 9:30 ഇന്ന് രാവിലെ 9:30 എന്നെ ഇറക്കി വിട്ടത്. എന്നിട്ട് എനിക്ക് ഞാൻ കൊടുത്തത് ആദ്യം മാഡം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പരാതി എഴുതി കൊടുത്തായിരുന്നു. ആ പരാതിക്ക് ഒരു ഇതും പോലീസുകാരെ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് താങ്കൾ എന്ത് പരാതിയാണ് എഴുതി കൊടുത്തത്? ഞാൻ ഇങ്ങനെ ആളുകളെ മുമ്പ് വെച്ച് മദ്യപിച്ചെന്ന് പറഞ്ഞാലേ വണ്ടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട്. പിടിച്ചുകൊണ്ട് ഒരുമാതിരി പ്രതികളെ പോലെ കൊണ്ടുപോയി. ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ്, ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയ ആ മനുഷ്യനല്ല, ഡ്യൂട്ടിയിൽ ഇരിക്കെ എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നെ ഇത്രയും മാത്രം. ആരാണ് അങ്ങനെ കൊണ്ടുപോയത്? സ്റ്റേഷനിലെ SI ആണ്, സ്റ്റേഷനിലെ SI ആണ് കൊണ്ടുപോയത്. അതുവരെ വാഹനം അവിടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു പറഞ്ഞത്. പക്ഷെ മൊഴിയൊന്നും എൻ്റെ അടുത്ത് എടുത്തിട്ടൊന്നുമില്ല. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കാര്യം, നീ ആംഗ്യമോ അസഭ്യ വാക്കോ എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുവരെ ഈ വാഹനം അവിടെ തന്നെ ആ സിഗ്നലിൽ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ഓഫ് ചെയ്തിട്ടു സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നല്ലാതെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞു. ആരെങ്കിലും വന്നാലേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഇതിൽ KSRTC പറഞ്ഞിട്ടുണ്ട്, എന്ത് വിഷയം ഉണ്ടായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്, സ്റ്റേഷനിൽ നിന്ന് അധികാരപ്പെട്ടവർ വന്ന് ഇറങ്ങാൻ പറഞ്ഞല്ലാതെ ഇറങ്ങരുത്. അതുകൊണ്ട് എന്നെ പിടിച്ചിറക്കാനൊക്കെ നോക്കി, നടന്നില്ല. ഞാൻ ഇറങ്ങിയിട്ടില്ല. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നെ അടിക്കാനും എൻ്റെ വെല്ലുവിളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ആരാ വെല്ലുവിളിക്ക് അടിക്കാൻ വന്നതൊക്കെ? ആ മാഡത്തിൻ്റെ സഹോദരങ്ങൾ 2 പേരുണ്ടായിരുന്നു. അവരെ പൊസിഷൻ്റെ പവർ കാണിച്ചതായിരിക്കും. അതെനിക്ക് ഒന്നും പറയാനില്ല. വേറെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ, ഞാൻ താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ അടിച്ചേനെ. ആ മാഡം തന്നെ അടിച്ചേനെ, കൈ ഓങ്ങിക്കൊണ്ട് വന്നതാണ്. അടിച്ചിരുന്നെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. ഇങ്ങനെ അവർ പറയാണ് അവരെ ഇങ്ങനെ കാണിച്ചു എന്നോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ, സ്ത്രീകളെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ. അത് MLA യുടെ ഭാഗത്തു നിന്ന് എന്താണ് പ്രകോപനം ഉണ്ടായത്? MLA യുടെ ഭാഗത്തുനിന്ന് എൻ്റെ KSRTC എൻ്റെ ബസ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ബസ് എന്ന് പറഞ്ഞത് MLAക്ക് ഭയങ്കരമായിട്ട്, നിൻ്റെ ബസ്സോ നിൻ്റെ അച്ഛൻ്റെ വകയോ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഓടുന്ന വണ്ടി എൻ്റെ വണ്ടിയാണ്, ഞാൻ ഇവിടെ കൊണ്ടിടുന്ന വരെ എൻ്റെ വണ്ടിയാണ്, അത് മൊത്തം ഉത്തരവാദിത്തം എൻ്റെയാണ്. അത് പറഞ്ഞതാണ് അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തത്. ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് കള്ളത്തനം പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ കള്ളത്തനം പറഞ്ഞിട്ട് മാഡത്തിനെ ആയിരിക്കും, പിന്നെ അല്ലാതെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈ ഒരു കാര്യമില്ല, അല്ലാതെ സത്യസന്ധമായിട്ട് അവർക്ക് പറഞ്ഞു തരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മാഡത്തിന് തന്നെ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് മാഡം ഇങ്ങനെ പറഞ്ഞു സംസാരിച്ച കേട്ടിട്ടുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ആ വീഡിയോയിൽ വരെ സഹിതം ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ കൗൺസിലർ ഇത് നമ്മുടെ കോർപ്പറേഷൻ മേയർ അല്ലെന്നോ ആണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ സംസാരിച്ചത്. മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഒരു സ്ത്രീയോട് എങ്ങനെയാണ് മാന്യത കൊടുക്കാൻ പറ്റും ആ രീതിക്ക് തന്നെ മാന്യതയോടെയാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ മോശമായിട്ടൊന്നും ഞാൻ സംസാരിച്ചു. യദുവിനിത് മേയറും MLA യുടെയും വാഹനമായിരുന്നു എന്ന് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? എങ്ങനെയായാലും ഞാൻ ഇതേപോലെ റിയാക്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഞാൻ മോശമായിട്ടല്ലല്ലോ, ഞാൻ മാന്യമായിട്ടല്ലേ സംസാരിച്ചത്. മേയറാണെന്നോ MLA ആണെന്നോ പറഞ്ഞിട്ട് നമ്മളെപ്പോലെ ഒരാളാണ് അവരാ പദവിയിൽ ഇരുന്നാലും നമ്മൾ ആ ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ അല്ലാതെ പാസഞ്ചർ ആയിരുന്നാലും ഞാൻ ബഹുമാനം കൊടുക്കാറുണ്ട്. ഇത് കേസ് പോയപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്യുക ഒന്നും ചെയ്തിട്ടുമില്ല. എൻ്റെ അടുത്ത് ആ കേസിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുമില്ല, അതിൻ്റെ ഫെദർ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് അതിൻ്റെ കോപ്പി തന്നിട്ടുമില്ല. പരാതി കൊടുത്തേ ശമ്പളം നൽകിയിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മേയറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇത് ഇപ്പോൾ പാർട്ടിയല്ലേ ഇരിക്കുന്നത്, മാഡത്തെ ഇത്രയും സംസാരിക്കുന്നത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ വായിലിരിക്കുന്ന ഇത്രയൊക്കെ കേട്ടു. മാഡത്തിന് അത്രയ്ക്ക് ഭയങ്കര ധൈര്യമാണെങ്കിൽ നിന്നെ ഞാൻ പണി തരാമെന്ന്, നിനക്ക് പണി തരാം. ഞാൻ പറഞ്ഞു ആദ്യം ശമ്പളം വാങ്ങിച്ചിട്ട് എനിക്ക് പണി തരാൻ നോക്കുക, എനിക്ക് ഇനി 1 മാസത്തെ പെൻഡിങ് ഉണ്ട്, ശമ്പളം വാങ്ങിച്ച് തരാൻ പറയാം. മാഡത്തിന് പറ്റുമെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റും. ഇതാണ് പറഞ്ഞത്. ആ വീഡിയോയിൽ കറക്റ്റായിട്ടെല്ലാം ഉണ്ട്. ഞാൻ കാര്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഞാൻ കള്ളത്തനമല്ല പറയുന്നത്. മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുക തന്നെ ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും. പിന്നെ ഫോണിൽ വിളിച്ച് ഞാൻ മാപ്പ് ചോദിച്ചെന്ന് വെച്ചാൽ ഈ പ്രശ്നം അങ്ങോട്ട്
കൂടുതൽ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് അവിടുത്തെ പോലീസ് മാഡം പറഞ്ഞ് ASI മാഡം പറഞ്ഞ് മാഡത്തിന് മൊഴിയെടുക്കാൻ പോയ മാഡം പറഞ്ഞ് ഒരു സോറി ചോദിച്ചാൽ മതി തീരുമെന്നുള്ള പ്രശ്നമില്ല. ഞാൻ വിളിച്ച് സോറി ചോദിച്ചപ്പോൾ മാഡം അതിനെക്കാട്ടിയും നല്ല രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ശരി കോടതിയിൽ കോടതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നിയമപരമായി ഇപ്പോൾ മന്ത്രി ഇടപെട്ടു, റിപ്പോർട്ടൊക്കെ തേടിയിട്ടുണ്ട്. അപ്പോൾ അത് താങ്കളിപ്പോൾ സർവീസ് കയറിയിട്ട് എത്ര നാളായി? ഞാൻ 2 വർഷമായിട്ട് ഇതുവരെയ്ക്കുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതാദ്യത്തെ പ്രശ്നം. പ്രൊബേഷനാണ്? ഞാൻ ഇവിടെ എംപാനലായിട്ടാണ്, താൽക്കാലിക ജീവനക്കാരാണ്. ഞാൻ താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ ഞാൻ ഷെഡ്യൂള് 1 വർഷം വരെ നിലമ്പൂർ ഓടിയതാണ്. 1 വർഷം ഇന്നേ വരെ ഒരു ചീത്ത പേരുണ്ടായില്ല. ഇപ്പോൾ അടുത്ത ടേൺ വിളിച്ചപ്പോൾ തൃശ്ശൂർ, എനിക്ക് അത്രയും ദൂരം ഓടാൻ വയ്യാത്തതുകൊണ്ട് തൃശ്ശൂർ ഓടി. മിന്നൽ ഓടിയിട്ടുണ്ട്, മിന്നൽ കോഴിക്കോട്, എന്നിട്ട് പോലും പേര് ദൂഷ്യം ഇങ്ങനെ കേട്ടിട്ടില്ല. സ്പീഡിൽ പോകണമെന്ന് തന്നെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല, റാഷ് ഡ്രൈവ് എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മന്ത്രി ഇടപെട്ട് നാളെ ഇപ്പോൾ തുടർ നടപടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? നിയമപരമായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ സത്യാവസ്ഥ എനിക്ക് തെളിയിച്ചല്ലേ പറ്റുള്ളൂ. അവസാനം നാളെ ഒരു കാലത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നാണക്കേടാണ്. എനിക്ക് നാളെയും ബസ് ഓടേണ്ടതാണ്. അല്ലെങ്കിൽ വേറെ ഇവിടെ നിന്ന് KSRTC നിന്ന് ഇവരെ പവർ ഉപയോഗിച്ച് പറഞ്ഞു വിട്ടാൽ എനിക്ക് നാളെ ഒരു കാലത്ത് വേറെ വല്ല വണ്ടികൾ ഓടണമെങ്കിലും നാളെ ഒരു കാലത്ത് ലേഡീസൊന്നും വണ്ടിയിൽ കയറില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാകും. വാഹനത്തിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? അതിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. സ്ത്രീകളുണ്ടായിരുന്നു, കുടുംബസമേതം ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. ഒരു 10-15 പേരുണ്ടായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ 15 പേരിനകത്ത് വരും മൊത്തം യാത്രക്കാർ. ഏത് വാഹനമായിരുന്നു? സൂപ്പർ ഫാസ്റ്റാണ്, തൃശ്ശൂർ നിന്ന് വരുന്ന സൂപ്പർ ഫാസ്റ്റ്. മേയർ സഞ്ചരിച്ച വാഹനത്തിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? മേയർ സഞ്ചരിച്ച വാഹനത്തിൽ മേയർ ഉൾപ്പെടെ 2 സ്ത്രീ. എത്ര പേര് പുറത്തിറങ്ങിയത് ആദ്യം ഇറങ്ങിയത് 3 പുരുഷന്മാർ. അതിലൊരാൾ മേയർ പറയുന്നതായിട്ട് മേയറിൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇറങ്ങിയത് മേയറാണ് ഇറങ്ങിയത്. പിന്നീടാണ് പറയുന്നത് ഞാൻ മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലാവുന്നത്. മേയറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര്യ എന്ന് പറഞ്ഞപ്പോഴാണ് പേരെനിക്കറിയാം, അങ്ങനെ അറിയാം. പിന്നെ ഒരു മാഡത്തിൻ്റെ ഒരു സഹോദരി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഇറങ്ങി. ഞാൻ ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരപ്പോഴും പറയണത്. സ്പീഡ് കൂടിയത് ഈ പയ്യന്മാർ ഇറങ്ങിയിട്ട് സ്പീഡ് കൂടി അവർക്ക് സൈഡ് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അവർ അത്യാവശ്യപ്പെട്ട് പോകാൻ പോയത് സൈഡ് കൊടുത്തില്ല. ഞാൻ ഈ സൈഡുള്ള സ്ഥലത്തൊക്കെ സൈഡ് കൊടുത്ത് ഇവർ പോവാതെ എന്നെ ഇട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, എന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ. അവർക്കെന്തോ ഈഗോ ക്ലാഷ് ആവാനാണ് സാധ്യത. ഈഗോ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. മേയർ ഉൾപ്പെടെ 2 സ്ത്രീകളും പുറത്തോട്ടിറങ്ങി. 2 സ്ത്രീകളും പിന്നീടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഞാൻ സംസാരം പുരുഷന്മാരുടെ അടുത്ത് ഇത്തിരി സംസാരം കൂടി വന്നപ്പോൾ അവരിറങ്ങി കൈയൊക്കെ ഓങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഞാൻ വണ്ടിക്കകത്താണ് ഇരുന്നത്, പുറത്തോട്ട് ഇറങ്ങിയില്ല. MLA മാത്രം വാഹനത്തിനകത്ത് കയറി നമ്മുടെ കണ്ടക്ടർ സീറ്റിൽ വന്നിരുന്നു. കണ്ടക്ടർ എണീറ്റപ്പോൾ കണ്ടക്ടർ സീറ്റിൽ വന്നിരുന്നു. MLA വാഹനം മുന്നോട്ടെടുക്കാൻ പറ്റില്ല, അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു. കാറ് കൊണ്ട് ആദ്യമേ കുറുകെ ഇട്ടൊക്കെയാണ്. വാഹനം ഒരു തരി പോലും മുന്നോട്ടെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്രോസ് ചെയ്തിട്ട്. അതായത് നമ്മുടെ സാബല്യത്തിൻ്റെ സിഗ്നലിൻ്റെ സീബ്ര ക്രോസിനോട് ഇങ്ങനെ സീബ്ര ക്രോസിൽ കൂടെ കയറ്റി ഇങ്ങനെ നേരെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അറിയാമല്ലോ ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ യാത്രക്കാരൊക്കെ അപ്പോൾ അന്നേരം വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരും കൂടെ ഇറക്കി എങ്ങനെയാണ് പോയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതിനിടയ്ക്ക് എന്നെ കൊണ്ടുപോയി അങ്ങ് മെഡിക്കൽ എടുക്കാൻ. ഏകദേശം ഈ സംഭവം നടക്കുമ്പോൾ എത്ര മണിയാകും? 10:20 ഞാൻ പിറ്റേ ദിവസം 9:30 എന്നെ വിട്ടത്. ഒരു ജാമ്യത്തിൻ്റെ പുറത്ത് വിടാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവർ അത്രയും നേരം എന്നെ അവിടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടിയിട്ട്. അത് മനഃപൂർവ്വം ഈഗോ ക്ലാഷ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.